ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ യൂട്യൂബിൽ വന്നിരിക്കുകയാണ്. ഇതിനൊരു പേയ്മെന്റ് നമ്മുടെ കേരള ബ്രദേഴ്സിലെ പേയ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഒരു ട്രിപ്പ് എടുത്തു ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട്. അടുത്തത് എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങള്. അങ്ങനെ എടുത്തിട്ട് കാണാം. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ പൈസ എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൊച്ചിനെ വെച്ച് തെണ്ടിയിട്ട് ഉണ്ടാക്കിയ ആശല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടാനുള്ള കാര്യം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കേട്ടോ. പിന്നെ തെണ്ടി പൈസ കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ മുമ്പിലുള്ള എന്തോന്നാ, ഞങ്ങൾ തെണ്ടിയിട്ടല്ല, ഞങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയ പൈസ. ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായപ്പോൾ യൂട്യൂബ് നമുക്ക് പൈസയും തരാൻ തയ്യാറായതാണ്. ഇതിപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മൂന്നാമത്തെ പേയ്മെൻറ്റാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങൾക്ക് തന്നെ. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയല്ലോടാ. നമുക്ക് നിങ്ങൾ ഇത് നമ്മുടെ വീഡിയോസ് കാണാൻ നിങ്ങൾ തയ്യാറായതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനെ വെച്ച് തെണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ വല്ലാത്തൊരു പറച്ചില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പറച്ചിലല്ല അത് മെയ് മാസത്തിലാണ് സംഭവം നടന്നത്. അതിനുശേഷം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എന്താ പറയുക മാസത്തിലൊക്കെ എന്ന് വെച്ചാൽ വീഡിയോ പോലും ഇട്ടിട്ടില്ല ചാനൽ. ഈ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനൊരു മൈൻഡ് പോലും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടി എടുത്തു. ഈ വണ്ടിയുടെ ആദ്യ തടവും അതിൽ നിന്ന് പോയി. ആദ്യ തടവൊക്കെ വണ്ടിയുടെ ഇതിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല സത്യത്തിൽ. മൂന്നാമത്തെ പേയ്മെന്റ് ഞങ്ങൾ ക്യാഷ് എടുക്കുന്നത്. ഇതിന്റെ CCയുടെ പൈസ മാറ്റി വെച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള പേയ്മെന്റ് ആയിട്ടോ ഇത്. അത് നമുക്ക് എന്താ പറയുന്നത് നഷ്ടമില്ലാത്തൊരു തുക. ഒരുപാട് തോന്നിയൊന്നും ഇല്ല, എന്നാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓടിപ്പോകാൻ പറ്റിയ ഇതിന്റെ പിടുത്തം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റിയ ഒരു തുക ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ കൂടുതൽ ഇത് എടുത്തതിൻ്റെ റീസൺ എന്താണ്, ഈ വീഡിയോ എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടും കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രചോദനം ആയിക്കോട്ടെ, നിങ്ങൾക്കും ഒക്കെ ഒരു വഴി തുറന്ന് അതെ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ നെഗറ്റീവ് ഇടുമ്പോഴും പലരും തളരാൻ പാടില്ല. പിന്നെ നമ്മൾ പറയുന്നത് ശരിയല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വീഡിയോക്കകത്ത് വന്ന് പറയാറുള്ളത്. കേട്ടിട്ട് ഇരിക്കാൻ തോന്നാത്ത ചില കാര്യങ്ങൾ പറയുമല്ലോ, അത് കേട്ടുകൊണ്ട് നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് കൈയും കാലും വായും നാക്കും തന്നേക്കുന്ന പ്രതികരിക്കാനും പറയാനും കൂടെ ഇല്ലേ. നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. കാരണം ചിലതൊന്നും കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞങ്ങള് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റാതായിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ അതാ വന്ന് പറയുന്നത്. അതെ, നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ്. അതായത് ഇത്ര ദിവസത്തെ ഗ്യാപ്പൊക്കെ നമുക്ക് വരുന്നത്. കാരണം എനിക്ക് ഡോറയ്ക്കൊന്നും വയ്യാണ്ടിരിക്കുക, പിന്നെ നാസി അവൻ്റെതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലീവിന് വന്നപ്പോഴല്ലേ അവളെ കൊണ്ട് കൈ കഴിക്കുന്ന വീട്ടിലൊക്കെ പോകേണ്ടി വന്നു. ഷെമി വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എന്തോന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഈ വെള്ളിയാഴ്ച തൊട്ട് ഇനി വീണ്ടും ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഞങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇനി മുടങ്ങാതെ വരുന്നതായിരിക്കും എല്ലാ ആഴ്ചയും. അതേപോലെ അടുത്ത മാസം മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരേപടി മുമ്പോട്ടായിരുന്നു. ഒരുപാട് നന്ദി നിങ്ങൾക്ക്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കാണ് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അത്രത്തോളം നന്ദിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ എന്തോന്ന് ഷോർട്ട് ഫിലിമായിട്ട് ഞങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ആ വീഡിയോ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു കഥയും ഞങ്ങളിലുള്ളൊരു തട്ടിക്കൂട്ടലുമാണത്. അത് മാക്സിമം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആളിനെ വിളിച്ചിട്ടോ ചിലവാക്കിയിട്ടോ എടുക്കാനുള്ളൊരു എന്തോന്നും നമുക്കായിട്ടില്ല സംഭവം. അപ്പൊ നമ്മുടേതായിട്ടുള്ള രീതി എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. പിന്നെ ഒരു മെസ്സേജ് പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു മെസ്സേജ് അതേപോലെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക. അതേ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് വലിയ അഭിനേതാവായിട്ടൊന്നുമല്ല. ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല. നമ്മള് എഴുതിയേക്കുന്ന കഥ വെച്ച് നമ്മൾ അഭിനയിക്കുന്നു. പിന്നെ അത് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയണം. എന്റെ അഭിനയമൊക്കെ എനിക്ക് തീരെ ഒന്നും തോന്നാറില്ല. ഞങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അഭിനയം ഒന്നും ഇഷ്ടപ്പെടാം. ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് എന്നിരുന്ന ആളാ. എന്നെ പിടിച്ചാണ് ഈ മാതിരി ഇതെല്ലാം ചെയ്യിച്ചത്. അതല്ലേ അങ്ങനെയല്ലേ, മുല്ലപ്പൂ കൂടി ഏറ്റെടുക്കും കല്ലിനുണ്ടോ സൗകര്യം. അപ്പോൾ നമ്മുടെ രമ്യ ഏഞ്ചൽ അത് കുറച്ച് നാളായിട്ട് രമ്യ പല പേരിൽ അത് വരുന്നുണ്ട്. രമ്യ വരുന്നുണ്ട്, രമ്യ ഏഞ്ചൽ വരുന്നുണ്ട്. രമ്യ വേറെന്തോ
ഒരു പേരിൽ വരുന്നുണ്ട്. അപ്പം അവളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ആക്ടർമാരെ ഇപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങളാരും കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, എന്താ നിന്നെ ഒന്നും മൈൻഡ് ചെയ്യാതെ, നീയൊക്കെ വലിയ നടന്മാരല്ലേ, എന്നിട്ട് എന്താ നിന്നെ ഒന്നും മൈൻഡ് ചെയ്യാതെ. നമുക്ക് മൈൻഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പലരും കണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് എഴുതുന്നുണ്ട് കമന്റ് ബോക്സിൽ. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ആരെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇറങ്ങി കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓഫ്കോഴ്സ് നമ്മൾ സംസാരിക്കാതെ പോകത്തില്ല. പക്ഷെ നമ്മൾ ആരെ എന്താണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം പൊതുവെ പുറത്ത് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ആളുകളില്ലേ നമ്മൾ കാണുന്നത്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആരാന്ന് മനസ്സിലാവണ്ടേ കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളെ പലർക്കും ചിലപ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന ഫേസ് കട്ടും നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫേസും ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് തിരിച്ചറിയാതെ. പിന്നെ നമ്മളെ തിരിച്ചറിയണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ചെറിയൊരു വരുമാനം കിട്ടണം, നമ്മുടെ കഷ്ടപ്പാടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാതിരിക്കത്തില്ല. എന്തിനു പറയുന്നത്, വണ്ടിയിൽ പോകുന്ന സമയത്ത് വണ്ടി ഞങ്ങളിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വണ്ടി ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി സംസാരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ മതി. ഇങ്ങനെ പോകുമ്പം ഇല്ല മറ്റുള്ള ആൾക്കാരെ ഇടിച്ചു കയറി സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ അറിയാവുന്നവർ നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കണം. അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് അറിയാവുന്നവർ അത് നമ്മൾ അങ്ങോട്ട് ചെല്ലും. പക്ഷെ കണ്ടിട്ടില്ലല്ലോ കമന്റ് ബോക്സിൽ എന്നൊന്നല്ലേ നമുക്ക് അറിയത്തുള്ളൂ. പലരും അറിയത്തില്ലല്ലോ ആ ഒരു കാര്യം കൊണ്ട്. പിന്നെ വേണ്ടേ ഈ രമ്യ അതുപോലെ തന്നെ വേറെ കുറെ പേരുണ്ട്, നമുക്ക് അറിയത്തില്ല കേട്ടോ. അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇതാണ്ട് ഇത് കണ്ടല്ലോ. ഇത് നിനക്കൊക്കെ ഉള്ള മറുപടി, അതിനുള്ളൊരു മറുപടിയാണിത്. വണ്ടിയുടെ അടവും കഴിഞ്ഞിട്ടുള്ളൊരു മറുപടി. നിനക്കൊക്കെ ഉള്ള സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. നമുക്ക് കുഴപ്പമില്ലാത്തൊരു തുകയുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ നമുക്ക് അത് മതി, നമുക്ക് അത്രയും സന്തോഷം. അത് തന്നെ നമുക്ക് വലിയ സന്തോഷം. അപ്പോൾ നിൻ്റെയൊക്കെ എത്ര തുള്ളൽ കണ്ടാലും, നിൻ്റെയൊക്കെ എത്ര എന്താ പറയുക അടിക്കടിക്കണ്ടെല്ലാം ആക്ഷേപം കണ്ടാലും ഞങ്ങൾ തളരാൻ പോകുന്നില്ല, ഞങ്ങൾ പിന്നോട്ട് പോത്തുമില്ല. ആയിരക്കണക്കിന് ആളുകൾ പറയുന്ന ചിലരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ആളുകൾ നല്ലവരായിട്ടുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും തോന്നാത്ത ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിലുള്ള കുറേ പേർക്ക് തോന്നുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലർക്ക് അത് ജന്മനുള്ളവരുണ്ട്, പിന്നെ അങ്ങനെ ബാധിച്ചവരുണ്ട് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ കുറേ സംശയം ഇനിയും കമന്റ് ബോക്സിൽ വരും. അതൊക്കെ അന്നേരം കാണാം. ഇതിൽ വലുത് പറയും. അന്നേരം മറ്റുള്ളവർക്ക് കയറി കാണുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെച്ചാണ്. കാരണം ഞങ്ങളുടെ എല്ലാ കാര്യം നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. നിങ്ങൾ കാരണമാണ് നമുക്ക് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങളായിട്ട് നമ്മൾ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട്. വണ്ടി എടുത്തിട്ട് വണ്ടി ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് പേയ്മെന്റ് എടുക്കുന്ന വീഡിയോ ചെയ്യാനായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അതുകൊണ്ടാണ് 2 പേയ്മെന്റ് വീഡിയോ ഞങ്ങൾ ചെയ്യാതിരുന്നത് കേട്ടോ. അതല്ല, നമ്മൾ വിചാരിച്ച് അങ്ങനെ ചെയ്യേണ്ട എന്നായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് പേയ്മെന്റ് വന്നപ്പോൾ ഞങ്ങൾ 2 തോന്നില്ല അങ്ങ് ആദ്യം ബുക്ക് ചെയ്യാനുള്ളൊരു തോന്നിലോട്ട് ആ പേയ്മെന്റ് പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് കാണിച്ചുകൊണ്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ച്. പിന്നെന്ന് വെച്ചാല് ഈ കുറെ പേര് പറഞ്ഞില്ലേ തെണ്ടിയാണ്, പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് കാണിച്ചാൽ അതപ്പതിക്കുമല്ല, ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ പലരും പറഞ്ഞ മറുപടി തെണ്ടി പൈസ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കേട്ടോ. പേയ്മെന്റ് ഇട്ടപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ആദ്യമേ ആലോചിച്ചതും അല്ല. പിന്നെ നമ്മൾ എന്തോന്നു പലരുടെയും സംസാരവും കുറ്റപ്പെടുത്തലും ഒക്കെ കിടപ്പുണ്ട് ഇപ്പോഴും. അതൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും നിൽക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.